പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ വീണ്ടും നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് 147 സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ 147 സങ്കീർത്തനത്തിൽ സങ്കീർത്തക്കാരൻ പറഞ്ഞ ഒരു ഭാഗമാണ് ഞാനിപ്പോൾ ഇവിടെ വായിച്ചത്. ആരാകുന്നു നമ്മുടെ ദൈവം? യഹോവയായ ദൈവം ആരാണ്? യേശു കർത്താവ് ആരാണ്? പറയുന്നു, മനം തകർന്നവരെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. സ്തോത്രം. യേശു സകല വിഷയങ്ങളിൽ മേലും പരിഹാരം നൽകുന്നവനാണ്. ഒന്ന്, പാപരോഗത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നവനാണ് കർത്താവ്. 2, നമ്മുടെ മറ്റ് പലവിധമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ മാനസിക തകർച്ച എന്ന് പറയുന്നത് ഒരു വലിയ ഒരു രോഗമാണ്. സ്തോത്രം. ശാരീരികമായിട്ടൊക്കെ നല്ല ആരോഗ്യമുണ്ടെങ്കിലും സാമ്പത്തികമായ നിലയിൽ നല്ല ചുറ്റുപാടുകൾ ഉണ്ടെങ്കിലും പലരുടെയും മനസ്സ് തകർന്ന അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. ചരട് പൊട്ടിപ്പോയ പട്ടം പോലെയാണ്. എങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നറിയാത്ത സാഹചര്യം. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ജീവിക്കുന്നവരുടെ മനസ്സിന് വേണ്ട സൗഖ്യം നൽകുവാൻ യേശു കർത്താവിന് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിന്മേൽ നിങ്ങൾ ഭാരപ്പെട്ട് നിങ്ങളുടെ മനസ്സ് ചഞ്ചലിച്ചിരിക്കുന്ന അനുഭവമാണോ? കടൽ തിരക്ക് സമമായി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നതെന്നോ എന്തായി തീരുമെന്നോ ഒക്കെ നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ വ്യാകുലപ്പെടുന്ന ഒരാളായിരിക്കാം. എന്നാൽ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളുടെ മനസ്സിന് തകർച്ചയെ മാറ്റി ഞാൻ സൗഖ്യം നൽകുന്ന ദൈവമാണ്. സ്തോത്രം. വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുറിവേറ്റ മുറിവുകൾ, ആ ഹൃദയത്തിൻ്റെ മുറിവുകളെ കെട്ടി നിങ്ങളുടെ മനസ്സിന് താളപ്പിഴകളെ മാറ്റി നിങ്ങളെ ഏകാഗ്രതയോടെ നിർത്തി ദൈവത്തിന് കൊള്ളാവുന്ന ഒരു നല്ല മാനപാത്രമാക്കി ദൈവം തീർക്കൊണ്ടെക്കണം ആഗ്രഹിക്കുകയാണ്. മനസ്സ് തകർന്നവരെ വിടുവിക്കുന്നവനായ ദൈവം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ പകൽക്കാലം രണ്ടാമത് പറയുന്നു, അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. യേശു കർത്താവ് ആരാണ്? ദൈവം ആരാണ്? അവൻ മനസ്സ് തകർന്നവരെ വിടുവിക്കുകയും മനസ്സ് തകർന്നവരെ അതേ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെയും കെട്ടുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പം മാനസികമായ സംഘർഷത്താൽ ഉണ്ടാകുന്ന മുറിവുകൾ, അത് മനുഷ്യർക്ക് ആർക്കും അത് കാണാൻ പറ്റത്തില്ല. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പുറമേയുള്ള മുറിവുകൾ മാത്രമേ മറ്റുള്ളവർക്ക് കാണാൻ പറ്റൂ. ഇനിയും അകത്തുണ്ടായ മുറിവുകൾ സ്കാനിങ്ങിൽ കൂടെയോ MRI ടെസ്റ്റ് കൊണ്ടോ വിവിധമായ ടെസ്റ്റുകൾ കൊണ്ട് നമുക്കത് കാണാൻ കഴിഞ്ഞെന്നിരിക്കാം. എന്നാൽ മനസ്സിനേറ്റ വേദന, മനസ്സിനേറ്റ മുറിവുകൾ, ആ മുറിവുകളെ ആർക്കും കാണാൻ പറ്റത്തില്ല. പക്ഷെ ആർക്കും കാണാത്ത ഒന്നായ മാനസികമായ മുറിവുകളെ കാണുന്നവൻ അത്രത്തെ കർത്താവ് നിന്ന് പൽക്കാലം പറയുകയാണ്. സ്തോത്രം. ഭൂരിപക്ഷം ആൾക്കാരും, എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളിൽ ഭൂരിപക്ഷം ആൾക്കാരും ഈ ഒരു മുറിവേറ്റവരാണ്. നിങ്ങൾ സ്വയം മുറിക്കപ്പെട്ടവരോ മറ്റുള്ളവരാൽ മുറിക്കപ്പെട്ടവരോ ഒരു സമൂഹം കൊണ്ടോ വ്യക്തികൾ കൊണ്ടോ നിങ്ങൾ മുറിവേറ്റവരായിരിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഓർപ്പിക്കുന്ന വചനം ഇതാണ്. ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിനെ തകർച്ചകളെ മാറ്റി നിങ്ങളുടെ മുറിവുകളെ കെട്ടി നിങ്ങളെ ബലത്തോടെ നിർത്തുന്നവൻ കർത്താവത്രേ. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ഈ പകൽക്കാലം വിശ്വാസത്തോടെ കർത്താവിന്റെ പാതയിൽ കർത്താവിനോട് പറ്റിച്ചേർന്ന് നിന്നുകൊണ്ട് മുൻപോട്ട് പോകുക. നിങ്ങളുടെ മുറിവുകളെ കർത്താവ് കെട്ടും, നിങ്ങളുടെ വേദനകളെ ദൈവം മാറ്റും. വിശ്വസിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഇന്ന് പകൽക്കാലം അകത്തം കാണാൻ സാധിക്കും. ഈ വചനം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ വചനത്താൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുറിവുകളെ കെട്ടി നിങ്ങൾക്ക് ആശ്വാസം നൽകി പ്രത്യാശയോടെ ഒരു ജീവനുള്ള തുടിക്കുന്ന ആത്മാവിന്റെ ശക്തിയോടെ മുൻപോട്ട് പോകുവാൻ എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.